വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനും എൻ്റെ കൂടെ ഒരു കുട്ടി ഷെഫുണ്ട്, പേര് ദുവലയാൽ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ചേർന്നിട്ട് എന്താ ഉണ്ടാക്കാൻ പോണേ? ബ്രെഡ് പുഡിങ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മളെ കയ്യിൽ ബ്രെഡ് ഉണ്ട്, കസ്റ്റാർഡ് പൗഡറും ഉണ്ട്. ഇവിടെ കൂടുതലും ബ്രെഡും അല്ലെങ്കിൽ പാലൊക്കെ ബാലൻസ് വരുമ്പോൾ നമ്മൾ ഈ പുഡിങ് ഉണ്ടാക്കിയിട്ട് വെക്കും. ഇത് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമ്മളത് ഉണ്ടാക്കാൻ പോവാണ്. പിന്നെ അതിനെ എന്തൊക്കെ കുറച്ച് അല്ലറ ചില്ലറ എന്തൊക്കെ കയറ്റാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ എന്തായാലും അമർത്തുക. നമ്മൾ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുഡിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഞാൻ നമ്മുടെ നൈറ്റി എടുക്കണത് ഗായ്സ്. അപ്പം മോളുണ്ട് നമ്മളെ കൂടെ ഒന്ന് പുഡിങ് ഉണ്ടാക്കാൻ അല്ലേ ദുവാ? യെസ്. അപ്പോൾ ദുവമോളെ എന്ത് വെച്ചിട്ട് നമ്മളൊന്ന് പുഡിങ് ഉണ്ടാക്കാൻ പോണത്? ബ്രെഡ് വെച്ചിട്ടാണ് ഇന്ന് പുഡിങ് ഉണ്ടാക്കാൻ പോണത് അല്ലേ? ബ്രെഡും പിന്നെന്താ വേണ്ടേ? പാല്. വെരി ഗുഡ്. അപ്പോൾ ബ്രെഡ്, പാല്, പിന്നെ മധുരത്തിന് പഞ്ചസാര അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്യാം. പിന്നെ കസ്റ്റാർഡ് പൗഡർ ഇട്ടാൽ കസ്റ്റാർഡ് പൗഡർ മറക്കരുത്. ഇനി അതില്ലാത്തവർക്ക്, കസ്റ്റാർഡിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് കോൺഫ്ലോർ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഉണ്ടാക്കാം. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ പാൻ വെച്ചിരിക്കണത്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ മിൽമയുടെ പാല് ഞാൻ ഒഴിക്കണുണ്ട്. കയ്യിലായതുകൊണ്ട് ബാലൻസിങ്. ഞാനിപ്പോൾ അത് ഫുള്ള് ഒഴിക്കണില്ല. ഇതിലൊരു ഗ്ലാസ് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളിനി ഇതിലേക്ക് ചേർക്കാൻ പോണത് ബേക്കേഴ്സിൻ്റെ കസ്റ്റാർഡ് പൗഡറാണ്. വാനില ഫ്ലേവേർഡാണ്, അതാണ് ചേർക്കാൻ പോണത്. ഫ്ലെയിം ഓൺ ആക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ കണക്കൊന്നുമില്ല, അത് ഇട്ടെടുക്കുന്നേ. പിന്നെ ഒരു ബോധമാണ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ഇല്ലാതെ ഒരുമാതിരി ഇടരുത്. ഓക്കെ, എത്ര മതിയാവുന്നതാണ് എൻ്റെ ഒരു കണക്ക് കേട്ടോ ഗായ്സ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാൻ എന്നിട്ടൊരു സ്പാച്ചില യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പൗഡർ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫാണ്, ഓണാക്കിയിട്ട് തന്നെ ഇല്ല. ഫ്ലെയിം നമുക്കെല്ലാം കഴിഞ്ഞിട്ട് ഉണക്കാം. പൗഡർ കട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. പുഡിങ്ങിനാണ് പറയണത് കോക്കനട്ട് എന്ന്. കണ്ടോ, അവിടെ ഇവിടെയൊക്കെ ഇനിയും കട്ടകളുണ്ട്. ഇനി ഞാൻ ഈ അമുലിൻ്റെ മിഠായി കണ്ടൻസ്ഡ് മിൽക്കാണ് യൂസ് ചെയ്യാൻ പോണത്. ആയിട്ടില്ല. അപ്പം ഞാനിവിടെ എൻ്റെ മിൽക്ക് മെയ്ഡ് തികഞ്ഞില്ല. അതുകൊണ്ട് ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പഞ്ചസാര എടുത്തിട്ടിട്ടുണ്ട് ഗൈസ്, കാരണം മധുരത്തിന്. അപ്പോൾ അതൊന്നും കൂടെ ഞാൻ ഇളക്കിയിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുള്ളൂ, ജസ്റ്റ് ഒന്ന് അതിൻ്റെ ശേഷം. പഞ്ചസാര ജസ്റ്റ് ചൂട് തട്ടുമ്പോൾ തന്നെ അത് മെൽറ്റാവും. ഇനി എവിടെയെങ്കിലും കട്ട കൂടിയ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി അരിഞ്ഞോട്ട് വെച്ചിട്ടാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പോൾ ഇവിടെ എനിക്ക് അസിസ്റ്റൻറ്റിനെ കിട്ടിയിട്ടുണ്ട്. എന്താണ് എൻ്റെ അസിസ്റ്റൻറ്റ് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനാണ് ഞാൻ മെയിനായിട്ട് അസിസ്റ്റൻറ്റിനെ അവിടെ വെച്ചിട്ടുള്ളത്. അതിങ്ങനെ കൈവിടാതെ ഇളക്കിയാൽ അത്രയും നല്ലത്. കാരണം ചൂട് കൂടുന്നതിനനുസരിച്ചിട്ട് പെട്ടെന്ന് ഈ കസ്റ്റാർഡ് വെന്തിട്ട് കട്ടാവാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. പുഡിങ് പുഡിങ് എനിക്ക് പുഡിങ് ഇഷ്ടാ? പുഡിങ് ഇഷ്ടാ? അപ്പോൾ ഇപ്പം ധൂവമോളാണ് നമുക്ക് ഇതിന്ന് കിച്ചണിൽ ഹെൽപ്പ് ചെയ്യണത്. അനുമോള് ക്ലാസ്സിലാണ്. ഓക്കെ, പറഞ്ഞോ. അതുകൊണ്ട് ധൂവമോളാണ്.
അവളെ ഞാൻ പിടിച്ചു വെച്ച് കൊടുത്താണ്. കാരണം ഓള് ഇവമോളെ ഉണർത്താൻ നോക്കിയേനു. ഞാൻ ഉറക്കി കിടത്തിയ കുഞ്ഞിനെ ഉണർത്താൻ നോക്കിയേനു. അപ്പൊ അവളോട് ഞാൻ പറഞ്ഞു ഓക്കെ വായ നമുക്ക് പുഡിങ് ഉണ്ടാക്കാറിട്ട് അങ്ങനെ വലിച്ചു കൊടുന്നതാണ്. അപ്പൊ അതാണ് ആ പറയണത്, ഞാൻ ഇവമോളെ ഉണർത്താൻ പോവില്ലാന്ന്. ഇവ അങ്ങനെ മൊത്തത്തിലൊരു ഇവ ബാബു സന നീനു എന്നുള്ളതാണ് ഇവിടുത്തെ മക്കളെ പേര്. ഒരു പാട്ട് പാടി കൊടുക്കോ? ഒരു പാട്ട് ഏതായാലും കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമുള്ള ഏത് പാട്ടും. പറ ഈമാനിസില. അതേതാ പാട്ട്? വേറെ പാട്ട് പാടിത്തരുമോ? അച്ഛാ കുറച്ച് പൈസ അത് പാടിത്തരുമോ? അപ്പോ നമ്മളെ കസ്റ്റാർഡ് ഇതാ വരുന്നുണ്ട്. കാണാണ്ടോന്ന് അറിയില്ല, കട്ടായിട്ട് വരുന്നുണ്ട്. ആയിട്ടില്ല, ഇത് കേടരാതാക്കണ്ടേ നമ്മക്ക്. അപ്പൊ അതുകൊണ്ടേ ഇതിങ്ങനെ ആക്കട്ടെട്ടാ. പുഫു ഞാൻ പുഫു നാട്ടോ എന്റെ കുട്ടിയെ വിളിക്ക. ഓ ചായപ്പൊടി അത്രേ. ആ ചായപ്പൊടി ഇല്ലേനോ, പഞ്ചസാര ഇരുന്നിട്ടാ. ഗായ്സ് അപ്പൊ നമ്മളെ കുറുക്ക് ഇവിടെ കട്ടായിട്ട് വരുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടാവും, കുറച്ച് കട്ടിയായിട്ട് വരുന്നുണ്ട്. യെസ്, നമ്മള് പാലിതാ കുറുകി വരുന്നു. അപ്പൊ ഈ ഒരു ടൈമിൽ നമ്മള് ഫ്ലെയിം ഒന്ന് കുറക്കണം. കണ്ടോ, അത് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇട്ട പൊടി കറക്റ്റ് ചെയ്യുന്നു എന്നർത്ഥം. ഓ മധുരഞ്ഞ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ചൂടിൽ ഇട്ടുകൊടുത്ത പഞ്ചസാര അല്ലെങ്കിൽ ചൂടാറിയിട്ട് ഇട്ടുകൊടുത്തു കഴിഞ്ഞാല് അങ്ങനെ തന്നെ നിൽക്കും. അപ്പൊ നമുക്ക് ഷുഗർ ഇങ്ങനെ കടിക്കും. ഇനി ഇത് മധുരം ഇല്ലാതെ ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അതാ ഒന്നും കൂടെ വേവാനുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. പിന്നെ നല്ല എന്താ പറയാ, ഇല്ല വിളിച്ചില്ല, ഏമെന്ന് വീഴരുതേ. അപ്പൊ ഇനി ഇത് നല്ല കട്ടിയാണെന്നുള്ളവർക്ക് അത്യാവശ്യം കുറച്ച് പൊടിയിലൊക്കെ തോന്നും. മേ ബി ഒരു 3 or 4 ടീസ്പൂൺ പൗഡർ ഇടാം. പക്ഷെ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി കിട്ടിയാലാണ് നമുക്ക് ബ്രെഡിൽ ഒഴിച്ചു കൊടുത്തിട്ട് അത് തണുപ്പിച്ച് തിന്നുമ്പോൾ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. എന്താണ് പെരിച്ചായോ? മഴ സീസൺ ആയതുകൊണ്ട് മക്കൾക്കൊക്കെ ഇത് എനിക്ക് പാക്കിയാലേ കേട് വരുള്ളൂ. ഒരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടിയില്ലേ? ഈ ഒരു ഇതിൽ കിട്ടണം കേട്ടോ. ഇങ്ങനെ ഒരു ക്രീമി ആയിട്ട് കുറച്ചുകൂടി ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എവിടെയും പിടിക്കാതെ ലെവലായി കഴിഞ്ഞാല് നമുക്ക് ഓഫ് ചെയ്യല്ലേ? നമുക്ക് ഓഫ് ചെയ്യല്ലേ? ഓക്കെ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ ഞാനിവിടെ ഒരിതില് വെള്ളം വെച്ചിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഡബിൾ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒട്ട് എനിക്ക് കട്ടിയിലല്ല കിട്ടേണ്ടി, കുറച്ച് ലൂസായിട്ട് ഞാൻ നേരത്തെ കുറച്ച് പാല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളില്ല കുറച്ച് പാല് വെച്ചിട്ട് അത് മെൽറ്റായിട്ട് വരട്ടെ. ഞാൻ ചോക്ലേറ്റ് ഇവിടെ ഡബിൾ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മള് മെൽറ്റ് ചെയ്തിട്ടുള്ള മിൽക്ക് ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചോക്ലേറ്റ് ഓപ്ഷണലാണ്, വേണവർക്ക് മാത്രം എടുത്താൽ മതി. ഞാനിവിടെ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട്, പിന്നെ കയ്യിൽ സ്റ്റോക്കും ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ചോക്ലേറ്റ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിവിടെ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. അതിവിടെ സൈഡിൽ മാറ്റിയേക്കാം. ഇനി നമുക്ക് ഒരു പുഡിംഗ് ട്രേ വേണം. ഈ പുഡിംഗ് ട്രേയിലാണ് നമ്മളിനി പുഡിംഗ് സെറ്റ് ചെയ്യാൻ പോണത്. ഈ പുഡിംഗ് ട്രേയിൽ നമ്മൾ ആദ്യം ചൂടാറ്റാൻ വെച്ചിരുന്ന നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന കസ്റ്റാർഡ് കുറച്ച് ഇട്ടിട്ട് അതൊന്ന് ഞാൻ സൈഡിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഒന്നുമില്ല,
ഈ ബ്രെഡ് ഒന്ന് ഇതാവുമ്പോൾ നമുക്ക് ആ ടേസ്റ്റ് കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പം എല്ലായിടത്തും കുറച്ചൊന്നും തേമ്പുന്നുള്ളൂ, തേമ്പല്ല തേക്ക്. അങ്ങനത്തെ ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള നമ്മളെ ബ്രെഡ് വക്ക് കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് ബ്രെഡ്. അപ്പം എങ്ങനെ ബ്രെഡ് എടുത്ത് വെക്കണമായിരിക്കും നല്ലത്. അതൊന്ന് അടക്കി പെറുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ ട്രെയിൽ വെറും 4 പോവുള്ളൂ. പിന്നെ കൈയൊക്കെ കഴുകി ഹൈജീനായിട്ട് വെക്കുക. എൻ്റെ ഈ ഒരു ട്രെയിൽ 4 ബ്രെഡേ പോവുള്ളൂ. ഈ 4 ബ്രെഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, അതല്ല ഇതിൻ്റെ താഴെ വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട്. മോളെ ഒച്ച ഉണ്ടാക്കല്ലടാ. എൻ്റെ ഷെഫ് ഭയങ്കര ക്ഷമയുള്ള കുട്ടിയായതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഈ ചോക്ലേറ്റ് ഓപ്ഷണലാണ്, പക്ഷെ അതിന് ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ ബ്രെഡൊന്ന് മെൽറ്റ് ആവും ചെയ്തോളും. നമ്മൾ വീണ്ടും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് ഇതിലിട്ട് കൊടുക്കാൻ പോവാണ്. സൂപ്പർ. ഫുൾ ഇടണില്ല, ഞാൻ 2 ലെയറായിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതിൽ കസ്റ്റാർഡ് കൊടുക്കണം. ഓക്കെ, എത്തുന്നു. സ്പൂൺ യൂസ് ചെയ്തിട്ട്. വെരി ഗുഡ്. മാഷാഅല്ലാ. പിന്നെ ഈ സൈഡിലൊക്കെ വേണമെങ്കിൽ എനിക്ക് ബ്രെഡിന്റെ ആ ബാലൻസർ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു ഫോർമാലിറ്റിക്ക് അങ്ങനെ ഇട്ടൊന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വൃത്തി അല്ല, എന്താ പറയാ, ഡ്രസ്സിങ് അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനെ ചെയ്യാൻ എനിക്കറിയത്തില്ല. അത് കൂട്ടപ്രാർത്ഥനയാണ് ഇവിടെ. ആമീൻ ആമീൻ ആമീൻ. അവൾക്കൊരു അനിയനുണ്ടായിരുന്നു, ബട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു ദിവസമേ കിട്ടിയുള്ളൂ. അപ്പം ആ കൊച്ചിനെ ഞങ്ങൾ ഇട്ട പേരായിരുന്നു, ഞങ്ങൾക്ക് നമ്മളിട്ട പേരാണ് ആദം ഇബ്രാഹിം. അപ്പോൾ ആ കൊച്ചിനെ എന്താ പറയുക, ഇനിയും തരണേ നോക്കിയാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് ലെയറിനുള്ള ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്താണ് ഇവിടെ ഇത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ ആ ഒരു ഭാഗം ഇതിൽ വെച്ച് കൊടുക്കാണ്. അതൊന്ന് അമർത്തിയൊക്കെ തോന്നുന്നു അടിയത്തതും കൂടെ. ഇല്ല ഇല്ല, ഞാൻ പേടിച്ചില്ല. പേടിച്ചോ ആവോ. എന്തിനാ അങ്ങനെ പറയാൻ പോയത്? വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചോക്ലേറ്റ് എടുത്തിട്ട് ഒഴിക്കുന്നുണ്ട്. വേണ്ട വേണ്ട, ഇവാനിയെ ഞെട്ടിട്ടില്ല. മറ്റവൾക്ക് ഇവാനിയെ ഉണരാഞ്ഞിട്ട് തീരെ സമാധാനം ഇല്ല കേട്ടോ. അത് പുതിയ കത്തിയാ. അതെ, അതോ അതൊരു രസത്തിന് വാങ്ങിയ. അതെന്തേന്നാവൂ?
നട്ട്സ് ഉള്ളവർക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. നമ്മളെ കയ്യിൽ ഇല്ല, അവൈലബിൾ അല്ല. അത് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് ആ നട്ട്സ് കടിക്കുമ്പോൾ. അപ്പോൾ അതുള്ളവർക്ക് നട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫില്ല് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും നട്ട്സ് കടിക്കുമ്പോൾ. ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ അറിയണവർക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ചോക്ലേറ്റൊക്കെ ഇതാക്കിയിട്ടോ അല്ലെങ്കിൽ ബിസ്ക്കറ്റ്സ് എന്തെങ്കിലുമൊക്കെ ആക്കി വെച്ചിട്ട് ചെയ്യാം. ലാസ്റ്റ് ഞാൻ എല്ലാം കഴിഞ്ഞ് സെറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ക്ലിംഗ് റാപ്പർ യൂസ് ചെയ്തിട്ട് ഞാൻ ക്ലോസ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. കാരണം ഫ്രിഡ്ജിലുള്ള വെള്ളവും കാര്യങ്ങളൊന്നും ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എപ്പോഴും നമ്മൾ ഫുഡ് എപ്പോഴും മൂടിയിട്ടാണല്ലോ വെക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും ഓരോ തിരക്കിൽ ആയിപ്പോയി. അപ്പോൾ നമ്മൾ പുഡിങ് നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. ഓക്കെ കമോൺ. അപ്പോൾ അനുമോള് വന്നിട്ടുണ്ട്. അനുമോളെ വെയിറ്റ് ചെയ്തിട്ടായിരുന്നു നമ്മൾ. അപ്പോഴെല്ലാം ഞാനൊരു ഉച്ച നേരത്തെ ഉണ്ടാക്കി കഴിഞ്ഞാണ്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമുക്ക് എത്ര സമയമായി. അനുമോളിവിടെ നല്ല പഠനത്തിലാണ്. അപ്പോൾ ഒന്ന് ചൂടോടെ ഇരിക്കണം. അതിന് തല പുകഞ്ഞിട്ട് ഒന്ന് തണുപ്പിച്ച് പുഡിങ് തിന്നാം അല്ലേ. ഒരു ഉമ്മമ്മന്റെ രോഗമാണ്. കാണിച്ചു തരാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ടാണ് കാണിച്ചു തരാൻ പറ്റാത്തത്. രണ്ട് തോളത്തും മക്കളാണ്. ഇവമോളെടുത്ത അമ്മമ്മ ദൂരമോളെടുക്കണം. അല്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ്. ഇവിടെ കാണിച്ചു തരാൻ പറ്റാത്ത സിറ്റുവേഷനിൽ അമ്മ നിക്കണോണ്ടാണ് കാണിച്ചു തരാൻ പറ്റാത്ത കേട്ടാ. എന്തപ്പോ ഇത് കണ്ടില്ലേ, ചെറുതായിട്ട് കണ്ട. ഇവൾക്ക് ഉമ്മാനെടുക്കണം. അവിടെ ഒരാളുണ്ട്. ഓൾക്ക് വയ്യ, രണ്ടാൾക്കും വയ്യ, മൂന്നാൾക്ക് വയ്യ, മൂന്ന് മക്കൾക്കും വയ്യ. ജലദോഷവും പനിയൊക്കെ ആയത്. നമ്മളെ മഴയൊക്കെ പെയ്തുകൊണ്ട് മക്കൾക്ക് ജലദോഷം കാര്യങ്ങളൊക്കെയാണ്. കണ്ടോ കണ്ടോ പുഡിങ് നമ്മൾ നട്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഇത്ര ഉള്ളൂ ചെയ്തിട്ട്. എന്തേ അവളെ അഭിപ്രായം. അപ്പം നമ്മൾ 2 പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ ബൈറ്റ് ഞാൻ നോക്കിക്കോളാം. മറ്റേ സൈഡിൽ എങ്ങനെയുണ്ട് ഞാനിത് തിന്നാ. ഇതാകെ ചെറിയ പാത്രം. വലിയ സ്പൂൺ കൊണ്ട് കുത്തിയാ ഇതാവുമല്ലോ. ഓക്കെ, തണുപ്പൊടുക്ക ഇനി തിന്നണ്ട, ജലദോഷം മാറൂല. ആയിക്കോട്ടെ. ഇന്റെ ഊഴാണ് ഗൈസ്. സൂപ്പർ സൂപ്പർ. മറ്റാണ് നോക്കുന്നുണ്ട്. ഇത് മോൾക്ക് തിന്നാൻ പറ്റില്ല, മോൾക്ക് തിന്നാൻ പറ്റില്ല കേട്ടാ. ടൈമലായി. മോൾക്ക് തിന്നാൻ പറ്റൂലടാ വാവേ. ഒരു മിനിറ്റ്, പെട്ടര. മതി. അതാണ് കഥ. സംഭവം കൊള്ളാം, അടിപൊളി. അപ്പൊ എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്യാ. ബൈ പറയൂ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക.